എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വിഷയം കരൾ രോഗം ഭക്ഷണം എങ്ങനെ ആവണം എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ കരളിനെ പറ്റി പറയുമ്പോൾ ശരിക്കും നമ്മൾ സാധാരണ നമ്മൾ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഫാറ്റി ലിവർ, പിന്നെ അല്ലെങ്കിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, ദാറ്റ് ഈസ് ആൽക്കഹോൾ മദ്യം കൂടാതെ വരുന്ന ഫാറ്റി ലിവർ ഒരു 4 പേര് നോക്കുകയാണെങ്കിൽ അതിൽ 2 പേർക്കെങ്കിലും അഡൽട്സിൽ, മുതിർന്നവരിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അത് എത്രമാത്രം ശരിയാണ്? ഫാറ്റി ലിവർ വളരെ കോമൺ ആണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ, ഞാൻ ആദ്യം കാലത്ത് ഇൻഫെർട്ടിലിറ്റി ഗൈനക്കോളജി ആയിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൽ നമ്മളെപ്പോഴും ഈ യൂട്രസ് സ്കാൻ ചെയ്യുന്നതിൻ്റെ കൂടെ ലിവർ എങ്ങനെയുണ്ടെന്ന് നോക്കും, ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ. അപ്പം ഓൾമോസ്റ്റ് 90% കുറച്ച് ലെവൽ ഓഫ് ഫാറ്റി ലിവർ എങ്കിലും ഉണ്ടാകും. അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ഗ്രേ ഷെയ്ഡ്സ് ആണ് നമ്മൾ അതിനെ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഫാറ്റ് കിട്ടുമ്പോൾ അതിന് വേറൊരു ഇതായിരിക്കും വരുന്നത്. അപ്പോൾ അതുണ്ടാവും. പിന്നെ പല സ്റ്റഡീസും നോക്കുമ്പോഴും നമ്മൾ ഫാറ്റി ലിവർ വരുമ്പം പാൻക്രിയാസിന് നമ്മൾ ഇമേജ് ഒക്കെ എടുക്കാൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിൽ പാൻക്രിയാസിലും ഫാറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. പാൻക്രിയാസിൻ്റെ സെല്ല്, ഐലറ്റ് സെൽസ് ആണല്ലോ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പം ഫാറ്റി ലിവർ പോലെ പാൻക്രിയാസിനകത്ത് ഫാറ്റ് അടിയുന്നത് ഒരു പ്രോബ്ലമാണ്. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് പലപ്പോഴും ഡയബറ്റീസിലേക്കൊക്കെ പോകാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നത്. അപ്പം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബേസിക്കലി ഫാറ്റി ലിവർ വളരെ കോമൺ ആണ്. അഡൽട്ടിൽ മാത്രമല്ല, കൊച്ചു കുട്ടികളിൽ പോലും ഇപ്പോൾ കോമൺ ആയി വരികയാണ്. ഈ കുട്ടികളിൽ ഈ ഫാറ്റി ലിവർ കൂടുതൽ വരികയും ഈ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഈ 25 തൊട്ട് 35 വയസ്സ് ആ റേഞ്ചിലുള്ള ആൾക്കാരിൽ കൂടുതൽ കാണുകയും ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. നേരത്തെ ഒന്നും ആ ഒരു ഏജിലൊന്നും ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അറിയാതെ പോയിട്ടുണ്ടോന്നാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു വിഷയം നേരത്തെ ഈ മെഡിക്കൽ ഫീൽഡിൽ കാണാറില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ 24 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആ ഏജ് ഗ്രൂപ്പിലും വളരെ കൂടുതലാണെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? ഈ ഫാറ്റി ലിവറിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ലിവർ എന്ത് ഫങ്ഷനാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നതെന്നുള്ളത് അറിയണം. നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അത് നേരെ ഇതിൻ്റെ വയറിൽ ചെന്നും അത് അബ്സോർബ് ചെയ്ത് നേരെ ലിവറിലേക്കാണ് പോകുന്നത്. അതിന് തന്നെ ഒരു പേര് തന്നെയുണ്ട് നമ്മളുടെ ബോഡിയിൽ, സിസ്റ്റമിക് സർക്കുലേഷൻ, പൾമണറി സർക്കുലേഷൻ എന്ന്. അത് നമ്മുടെ എല്ലായിടത്തേക്കും പോകുന്നത്. പിന്നെ പൾമണറി, ലങ്സിലേക്കുള്ള ഒരു സർക്കുലേഷൻ. അതുകൂടാതെ ഇന്റേണലി വേറെ ഒന്നുള്ളതാണ് പോർട്ടൽ സർക്കുലേഷൻ. ഈ പോർട്ടൽ സർക്കുലേഷനിൽ കൂടെ കറക്റ്റായിട്ട് രക്തം ലിവറിൽ കൂടെ കയറി പുറത്തേക്ക് പോകാതെ വരുന്നത് കൊണ്ടാണ് ലിവറിന്റെ എൻഡ് സ്റ്റേജ് ആകുമ്പോൾ ആൾക്കാർ ഈ രക്തം ഛർദ്ദിച്ച് മരിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും വേറെ മാർഗങ്ങൾ കണ്ടെത്തും. ലിവറിൽ കൂടെ പോകുന്നില്ലെങ്കിൽ അതല്ലാതെ സിസ്റ്റമിക് സർക്കുലർ അല്ലാതെ രക്തത്തിന് ഹാർട്ടിലേക്ക് എത്തണ്ടേ, അതിനവർ ഈ ഈസോഫാഗസ് വഴി, അതായത് നമ്മുടെ അന്നനാളത്തിന്റെ രക്തക്കുഴലുകൾ വഴി അതിലേ മുകളിലേക്ക് പോകാൻ നോക്കും, അതിൻ്റെ ഡ്രെയിനേജ് വഴി. അപ്പം അതിനെന്ത് ചെയ്യും, അവിടെ അവർ ഇച്ചിരി കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ പോയി അതിനെ ബാൻഡിങ്ങോ ഒക്കെ ചെയ്ത് അതും കൂടെ ഇല്ലെന്നാക്കി കളയാണ് അവരെപ്പോഴും ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബ്ലീഡിങ് വന്നാൽ മാത്രമേ ശരിക്കും ഈ ബാൻഡിങ്ങും ഈ രക്തക്കുഴലുകളെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നോക്കാൻ പാടുള്ളൂ. ലിവറിന് പ്രോബ്ലം ഉള്ളവർക്ക് ലിവറിൽ കൂടെ ബ്ലഡിന് കയറി ഇറങ്ങാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഈ ബ്ലഡ് ഒരു ബൈപ്പാസ് ചെയ്ത് മുകളിലേക്ക് പോകാൻ നോക്കുക. ശരിക്കും പറഞ്ഞാൽ ബ്ലീഡിങ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും ഈ വെരിക്കോസ് വെയിൻസിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ കാരണം ബ്ലഡിന് പോകാൻ ഫ്ലൈസ് ഇല്ലാതെ വരുന്നു. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലിവറിന് പ്രോബ്ലംസ് വരുന്നതിൻ്റെ കാരണങ്ങളിൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ വന്നിരിക്കുന്ന വേരിയേഷനാണ്. ഈ ഭക്ഷണമാണ് നേരെ പോയി ലിവറിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന സ്ട്രെസ്സാണ് ഈ ഫാറ്റി ലിവറിന് കാരണമാകുന്നത്. അത് ഭക്ഷണത്തിലെ കെമിക്കലുകൾ, ഭക്ഷണത്തിൻ്റെ
കോമ്പോസിഷനിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളും. നമ്മളിപ്പം ഭക്ഷണം പോലെ തന്നെ പലരും മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി 10ഉം 15ഉം ഗുളിക കഴിക്കുന്നവരൊക്കെ. ഇതെല്ലാം നേരെ പോകുന്നത് ലിവറിലേക്കാണ്. ഡെഫിനറ്റ്ലി ലിവറിന്റെ ഹെൽത്ത് കുറഞ്ഞു വരും, ലിവറിന്റെ സ്ട്രെസ് കൂടും. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രോബ്ലംസ് വരുത്താൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മളുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്ന വേരിയേഷൻ കാരണമാണ് ഈ കൊച്ചു കുട്ടികളിൽ മുതൽ ഫാറ്റി ലിവർ വരുന്നത്. കാരണം ശരിയായിട്ടുള്ള നമുക്ക് ബോഡിക്ക് വേണ്ട രീതിയിലല്ല ലിവറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു. ഈ ഫാറ്റി ലിവർ ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് തിരിച്ചറിയാനായിട്ട് ഒരു കുട്ടിക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എന്താണ് മാർഗങ്ങൾ, എന്താ ടെസ്റ്റുകൾ? ലിവറിന്റെ ഫങ്ഷനിൽ ആദ്യം പറ്റുന്നത് മിക്കവാറും ഫാറ്റ് അടിഞ്ഞു കയറുക എന്നുള്ളതാണ്. തുടക്കമാണ് ഫാറ്റി ലിവർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ലെവലിൽ വിട്ട് കഴിഞ്ഞ് ഇൻഫ്ലമേഷൻ ആയിട്ട് മാറും. ലിവർ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതാണ് പറയുന്നത് നാഷ്, ആഷ് എന്നൊക്കെ പറയുന്നത്. നാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. അതുപോലെ ആഷ് മറ്റേ ആഷ് എന്ന് പറയുന്ന ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. ആൽക്കഹോൾ വന്നിട്ട് ലിവറിന്റെ ഹെപ്പറ്റോസൈറ്റ്സ് ആണ് ലിവറിന്റെ ബേസിക് സെൽസ്. ആ ഹെപ്പറ്റോസൈറ്റ്സിന് നീർക്കെട്ട് വരുന്നതിനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അത് വൈറസ് വന്നാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി വൈറസ് ഒക്കെ ഉണ്ട്. ഇനി ഇല്ലെങ്കിൽ ആൽക്കഹോൾ വെച്ച് ഹെപ്പറ്റൈറ്റിസ് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോറ് കൂടുതലായാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പഞ്ചസാര, മധുരം ഇതെല്ലാം കൂടുതലായാൽ മതി. ഈവൻ നമ്മൾ കഴിക്കുന്ന നട്ട്സ് കൂടുതലായാൽ മതി, ഓയിലി ഐറ്റംസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതും ഹെപ്പറ്റൈറ്റിസിലേക്കാണ് പോകുന്നത്. അതാണ് പറഞ്ഞത് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, അതിനപ്പം ആൽക്കഹോൾ വെച്ചിട്ട് വന്നു, അത് നാഷ് എന്ന് പറയും. മറ്റേ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് അതർ ഫുഡ് എലമെന്റ്. ബേസിക്കലി ആൽക്കഹോൾ ഓൾസോ ഒരു ഫുഡ് എലമെന്റ് ആണ്. ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാം. ജസ്റ്റ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്, നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ആയിട്ടാണ് മാറുന്നത്. അതുപോലെ തന്നെ അതിൻ്റെയും കുറച്ചുകൂടെ സ്മോളർ ഫോമാണ് 2 കാർബൺ ആറ്റം മാത്രമുള്ള ഇതാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ചോറും പഞ്ചസാരയും ഗോതമ്പും എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ലാക്ടോസ്, ഗാലക്ടോസ് ആ ലെവലിലേക്ക് പോകും. ഇത് വേറൊരു ഫോം ആണെന്ന് മാത്രമേ ഉള്ളൂ. ഏതാണേലും അമിതമായ അമൃതും വിഷം നമ്മൾ പറയല്ലോ ബേസിക്കലി. അത് തന്നെയാണ്. അത് അങ്ങനെ ഓവർ ഫുഡ് കഴിക്കുന്നത് തന്നെയാണ്. അതായത് നമുക്ക് വേണ്ടതിൽ കൂടുതൽ കഴിക്കുന്നു. അതാണ് ഫാറ്റി ലിവറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡിൽ പല ന്യൂട്രിയൻസും ഉണ്ടാവില്ല. ആവശ്യത്തിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഉണ്ടാകും. പക്ഷെ അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ട വെറുതെ കാർബോഹൈഡ്രേറ്റും നടക്കില്ല. അതിനെ വെച്ച് നമ്മൾ ലിവർ സെൽസിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവർക്ക് വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ്, എൻസൈംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ വേണം. അതിന്റെ കുറവും ഫാറ്റില്ല. അപ്പോഴും ഈ ചെല്ലുന്ന സാധനം എല്ലാം അവിടെ കെട്ടിക്കിടക്കും. കാർബോഹൈഡ്രേറ്റിനെ ആണെങ്കിലും ആവശ്യം കൂടുതലുള്ള തന്നെ ഫാറ്റാക്കി മാറ്റും. അപ്പൊ ഈ ഫാറ്റാക്കി മാറ്റി കാർബോഹൈഡ്രേറ്റിനെയോ അല്ലെങ്കിൽ ഫാറ്റ് തന്നെ ചെന്നതിനെയോ അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്ന സ്റ്റേജ്. ഈ സെല്ലിനെ, ലിവർ സെൽസിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ അവിടെ കെട്ടിക്കിടക്കുന്നു. അതിലൊരു ഏർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അതിനെല്ലാം തിരിച്ചു. പക്ഷെ അത് വലിയ വാക്യൂൾസ്, വലിയ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ആ സെല്ല് തന്നെ നശിഞ്ഞു പോകും. ആ ഹെപ്പറ്റോസൈറ്റ്സ് തന്നെ നശിഞ്ഞു പോകും. അങ്ങനെ വരുമ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏക മാർഗം അൾട്രാസൗണ്ട് സ്കാൻ. അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ ഈ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ ചെയ്യുന്ന, അത് വിലയും കുറവാണ്. 1000 to 1500 കോസ്റ്റ് വരുള്ളൂ ഏത് സ്ഥലത്താണേലും. അതാണ് ഈ ലിവറിന്റെ ഫാറ്റി ലിവർ സ്റ്റേജ്, ഏർലി സ്റ്റേജ് കണ്ടുപിടിക്കാനുള്ള മാർഗം. അത് കഴിഞ്ഞ് ഈ ഹെപ്പറ്റൈറ്റിസിലേക്ക് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഹെപ്പറ്റൈറ്റിസ് സെൽസിന് നീർക്കെട്ട് വന്നിട്ടുണ്ടോ എന്നറിയാനാണ് നമ്മൾ ഈ ലിവർ എൻസൈംസും ഈ LFT എന്ന് പറയും, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് SGOT, SGPT, ട്രാൻസ്ജെനിൻ, സോ മെനി എൻസൈംസും എല്ലാം നോക്കുന്നുണ്ട്. അതൊക്കെ ലിവർ സെല്ലിനകത്ത് കിടക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം പുറത്തോട്ട് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിവർ സെല്ലിന് ഡാമേജ് വന്നിരുന്നുണ്ട്, അതായത് ഹെപ്പറ്റൈറ്റിസിലേക്ക് പോയിട്ടുണ്ട്.
അപ്പൊ ഈ ടെസ്റ്റുകൾ തന്നെയാണ് നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും നോക്കുന്നത്, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും നോക്കുന്നത്, നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും നോക്കുന്നത്. ഈ എൻസൈംസും ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളും തന്നെയാണ്. പക്ഷെ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ടെസ്റ്റ് ഒക്കെ ചെയ്യും, ഫാറ്റി ലിവർ ഉണ്ട്, 1 ആണ്, 2 ആണ്, 3 ആയ പോലും അനങ്ങാതിരിക്കും. അതിലൊന്നും ചെയ്യാനില്ല. അപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും ഇതിനൊന്നും മരുന്നില്ല. ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുന്നത് മരുന്നിനാണല്ലോ. ഫാറ്റി ലിവറിന് മരുന്നില്ല, സിറോസിസിന് മരുന്നില്ല. അപ്പം ഫാറ്റി ലിവർ ഏർലി സ്റ്റേജിലൊക്കെ മരുന്നില്ലാത്തതുകൊണ്ട് പറയും സാരില്ല, നമ്മൾ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. ഫുഡ് കൺട്രോൾ ചെയ്യാനാണെങ്കിലും എക്സസൈസ് ചെയ്യാനാണെങ്കിലും എനിക്കറിയാൻ മേല എന്തിനാ ഡോക്ടർ പറയുന്നതെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ ആൾക്കാർക്കെല്ലാം ഉള്ളത്. അതറിയാൻ മേലാത്ത ആരുമില്ല. അപ്പം ഫൈനലി മരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾക്ക് ഫാറ്റി ലിവർ നമുക്ക് വരാൻ കാരണം നമ്മുടെ ഭക്ഷണത്തിലെ കുഴപ്പമാണ്. അത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ മാത്രമേ അതിന് മാർഗമുള്ളൂ. അപ്പം ഫാറ്റി ലിവർ സ്റ്റേജ് 1 തന്നെ അതിനാണെങ്കിൽ റിവേഴ്സ് ചെയ്യാം. മോസ്റ്റ് പ്രോബ്ലി സ്റ്റേജ് 2 ആണെങ്കിലും റിവേഴ്സ് ചെയ്യാം. 3 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ഫൈബ്രോസിസ് വന്ന് തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പം എല്ലാത്തിനും കാര്യം ഇതുണ്ട്, പിന്നെ ഫൈബ്രോ സ്കാൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷെ ഫൈബ്രോ സ്കാൻ എല്ലാ മാസവും ചെയ്തിട്ടോ അല്ല മാസം ആണ്ടിലാണ്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാനായിട്ട് വില്ലിങ് അല്ല. ഈ ടെസ്റ്റുകളൊന്നും ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. ടെസ്റ്റുകൾ നമുക്ക് ഏർലി ഡയഗ്നോസിസ് ചെയ്യാം. പക്ഷെ ഏർലി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മരുന്നുണ്ടാകും കിട്ടും എനിക്ക് അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്. അതിന് ഏർലി ഡയഗ്നോസ് ചെയ്യുക, അത് ജീവിതശൈലി കറക്റ്റ് ആക്കാൻ നോക്കുക. അതിനകത്തുനിന്ന് അത് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. 1 or 2 ഈവൻ 3 ആണെങ്കിൽ പോലും ലിവറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ റീജനറേറ്റ് ചെയ്യും. അതാണ് നമ്മൾ റിവൽ ട്രാൻസ്പ്ലാന്റേഷനിലൊക്കെ ഉപയോഗിക്കുന്നത് തന്നെ. അതിന്റെ നമ്മൾ ഓൾമോസ്റ്റ് ഡോണറുടെ 60 to 70% ലിവർ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് അത് പെട്ടെന്ന് അത്രയും റീഗ്രോ ചെയ്യും. അതുകൊണ്ടാണ് അത് പോസിബിൾ ആവുന്നത്. അതുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈബ്രോസിസ് അല്ലെങ്കിൽ റിവർ ഫെയിലിയറിലേക്ക് പോകുന്നതിന് മുമ്പാണെങ്കിൽ അതൊക്കെ റിവേഴ്സ് ചെയ്യാൻ നമുക്കൊരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ ലിവർ ഫെയിലിയർ പ്രിവെന്റ് ചെയ്യാം. 100% പ്രിവെന്റ് ചെയ്യാവുന്നതാണ് ഈ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ലിവർ ഫെയിലിയർ എല്ലാം തന്നെ. ഇപ്പൊ ഈ നമ്മളെ കരളിന്റെ ആരോഗ്യത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഈ ഫാറ്റി ലിവറും അല്ലെങ്കിൽ ലിവറിന്റെ ഡാമേജ് വരുന്നത് ഈ ഡയബറ്റിസ് അല്ലെങ്കിൽ BP അല്ലെങ്കിൽ കൊളസ്ട്രോള്, ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നു. ഈ അസുഖങ്ങൾ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഈ ലിവറിന്റെ പ്രോബ്ലം വരികയും അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പം ഈ ഭക്ഷണക്രമത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലോ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ഡയബറ്റിസ് വരാൻ കാരണം തന്നെ നമുക്കറിയാം. നമ്മൾ ഈ പറയുന്ന ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ അത് ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റിസിൽ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രോബ്ലം. ഇൻസുലിൻ വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ മേത്ത് കൂടുതൽ കൊഴുപ്പടിയുന്നു. ഈ കൊഴുപ്പ് കൂടുതൽ അടിയുന്നത് കൊണ്ട് ആ കൊഴുപ്പിനെ ബോഡിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും. അപ്പം അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. ടൈപ്പ് 2 ഡയബറ്റിസ് ഇൻസുലിൻ്റെ കുറവില്ല, കൂടുതലാണെന്നുള്ളത് ഓർക്കണം. നമ്മൾ ഈ ഫാറ്റി ലിവർ ഉള്ള നമ്മൾ പേഷ്യൻസ് കാണുമ്പോൾ നമ്മൾ അവരുടെ ഇൻസുലിൻ ലെവൽ നോക്കിയാൽ ഇൻസുലിൻ ലെവൽ അവർക്ക് കൂടുതലായിരിക്കും. സാധാരണ ഒരു നോർമൽ ആൾക്ക് 3, 4, 5, 6 ഒക്കെ മതിയാവും ഇൻസുലിൻ. ഇൻസുലിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് മനസ്സിലാക്കണം നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു 25 ഒക്കെ വരെയാണ് പറയാറുള്ളത്. അതിന് മുകളിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയൊന്നും വേണ്ട, ഒരു 4, 5, 6 ഒക്കെ മതിയാവും നമ്മളുടെ ലെവൽ നോക്കുമ്പോൾ. അത് ചിലരുടെ 200, 300 ഒക്കെ ആയിരിക്കും. അവർ ഡയബറ്റിക് ആയിരിക്കില്ല. അപ്പൊ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്? നമ്മളുടെ ഈ ലിവർ സെല്ലിന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഫാറ്റിനെ കൊണ്ടുപോയി വേറെ എങ്ങോട്ടും കൊണ്ടുപോയി വെക്കാൻ പറ്റുന്നില്ല. അപ്പം ഇൻസുലിൻ ചെന്നാലേ അത് പറ്റുള്ളൂ. ഇൻസുലിൻ ചെന്നാലും ഇൻസുലിൻ വേണ്ടാന്നാണ്, ഇൻസുലിൻ അതിന് കയറാൻ പറ്റുന്നില്ല.
അപ്പൊ ഇതെല്ലാം നമ്മളൊരു മെറ്റബോളിക് ഇറഗുലാരിറ്റി കൊണ്ട് വരുന്നതാണ്. ആ മെറ്റബോളിസം ശരിയാകാതെ പോകുന്നത് കൊണ്ടാണ്. ഈ മെറ്റബോളിസം കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് കഴിഞ്ഞ് അതിനകത്തുനിന്ന് ഫാറ്റിനെ ഇറക്കി വിടാൻ പറ്റണം. അപ്പൊ നമ്മളുള്ള ചോറും ചപ്പാത്തിയും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഫാറ്റിന് അവിടുന്ന് പിന്നെയും ചെന്നോണ്ടിരിക്കുകയല്ലേ. വീണ്ടും കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കിപ്പം പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ലിവറിന് അസുഖം വരുമ്പോൾ ക്ഷീണം വരും. ക്ഷീണം വരുമ്പോൾ നമ്മളെല്ലാം കരുതും ഭക്ഷണത്തിന്റെ കുറവുണ്ടാന്ന് കരുതി എന്തെങ്കിലും കൈ കിട്ടുന്ന എല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാൻ നോക്കും. പക്ഷെ ശരിക്കും പല ഇങ്ങനത്തെ ജീവിതശൈലി രോഗങ്ങൾ കണ്ടപ്പം ലിവറിന് റെസ്റ്റാണ് കൊടുക്കണ്ടേ. പക്ഷെ ഇപ്പം പറഞ്ഞത് ഡയബറ്റീസും പ്രഷറും ഇതുമൊക്കെ ഉള്ളവർക്കല്ലേ കൂടുതലെന്നുള്ളത്. അതിന്റെ കൂടെ നമ്മൾ കുറെ മരുന്നും കൂടെ കഴിക്കും. ഈ ഡയബറ്റീസിന് ടൈപ്പ് 2 ഡയബറ്റീസിന് കൊടുക്കുന്ന മരുന്നുകളെല്ലാം വീണ്ടും ഇൻസുലിൻ കൂട്ടാനുള്ള മരുന്നുകളാണ്. ഈവൻ ഇൻസുലിൻ ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത്. ഇൻസുലിൻ അവിടെ കൂടിയിട്ട് നമ്മുടെ ബോഡി കഷ്ടപ്പെടുക. ഇപ്പോൾ ഇൻസുലിന്റെ അളവ് നമുക്കറിയാമല്ലോ, എന്തും കൂടുന്നത് അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ കൂടുന്നതും വിഷമാണ് ബോഡിയെ സംബന്ധിച്ച്. പിന്നെ ബോഡിയുടെ ഫങ്ഷനിങ് തെറ്റും. അപ്പൊ നമ്മൾ ഈ മരുന്നെല്ലാം കഴിച്ച് ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടി അതുകൊണ്ടും പറ്റാതാകുമ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാനും കൊടുത്തോളാം. ഈ നമ്മൾ ചെയ്യുന്ന എന്തൊരു അൺസയന്റിഫിക് ആണ്. ഇന്ന വേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം സയൻസ് ആണെന്ന് പറയും. പക്ഷെ ഇന്ന വേ നമ്മുടെ പല കാര്യങ്ങളും പോകുന്നത് അൺസയന്റിഫിക് ആയിട്ടാണ്. അപ്പൊ വീണ്ടും ഇൻസുലിൻ കൂട്ടാനുള്ളത് എടുക്കും. അതുപോലെ തന്നെ അപ്പം ഈ മരുന്നുകളും നമ്മളുടെ ലിവറിലേക്കാണ് ചെല്ലുന്നത്. നമ്മൾ ഈ കഴിക്കുന്ന മെറ്റ്ഫോമിൻ എന്നുള്ള ഗുളിക അതിന് ലിവറിന് കാര്യമായിട്ട് എന്താ മെറ്റബോളൈസ് ചെയ്യാൻ പോലും പറ്റില്ല. അതെല്ലാം അതേപടി യൂറിനിൽ കൂടെ പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. അതുപോലെ ഈ ഡയബറ്റീസിന്റെ മരുന്ന് എല്ലാം ലിവറിലേക്കാണ് ചെല്ലുന്നത്. ഈ മരുന്നുകളെല്ലാം കൂടെ ചെന്ന് കഴിയുമ്പോഴേക്കും അതും നമ്മുടെ ലിവറിന് സ്ട്രെസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഡയബറ്റീസിന്റെ മരുന്നും ഹൈപ്പർ ടെൻഷന്റെ മരുന്നും ഇതിനെല്ലാം ലിവർ വേണം ഹാൻഡിൽ ചെയ്യാൻ. ലിവറിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പുറത്തേക്ക് വിടുന്നത് മാത്രമേ ബ്ലഡിൽ എത്തുള്ളൂ. യൂഷ്വലി 90% ഓഫ് ദി മരുന്നും 80 to 90% ഓഫ് ദി മരുന്ന് എന്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ലിവറിൽ കൂടെ കയറി ഇറങ്ങുമ്പോഴേക്കും അതെല്ലാം പോകും. അതാണ് പറയുന്നത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പം ലിവറിന് കപ്പാസിറ്റി ഇല്ലെന്നായി അതൊന്നും മാറ്റാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് കുറച്ച് പേര് എസ്കേപ്പ് ചെയ്ത് നമുക്ക് ആ ഇഫക്റ്റ് തരുന്നത്, ശരിക്കുമുള്ള ഇഫക്റ്റ് തരുന്നത്. പിന്നെ ഇപ്പോൾ കൊളസ്ട്രോളിന് മരുന്നുകൾ എല്ലാവരും ഡയബറ്റിക്, ഞാൻ എപ്പോഴും കാണാറുണ്ട്, ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ അവർക്ക് ബി പി ഇല്ലെങ്കിൽ പോലും ഒരു ബി പിയുടെ മരുന്നും കൊടുത്തിട്ടുണ്ടാകും, കൊളസ്ട്രോളിൻ്റെ മരുന്നും കൊടുത്തിട്ടുണ്ടാകും. അതായത് വെരി കെയർഫുൾ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നവർ, അതായത് പേഷ്യൻ്റ് ആണെങ്കിലും ഡോക്ടറെ എനിക്ക് ഒന്നും വരരുത്, എനിക്കൊരസുഖം എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരരുതെന്ന് പറയുമ്പോൾ ഡോക്ടർ ഒരു കൊളസ്ട്രോളിനുള്ള സ്റ്റാറ്റിനും കൂടെ കൊടുക്കും. പിന്നെ അതിലും കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെയും ഇങ്ങനെ ആൻസൈറ്റി കാണിക്കുന്നവർക്ക് ഒരു ആസ്പിരിനും കൂടെ കൊടുക്കും. കാരണം അവർക്കിങ്ങനെ മരുന്ന് കൊടുത്തില്ലെങ്കിൽ അവരിങ്ങനെ ഡോക്ടറെ സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഓരോ മരുന്ന് കഴിക്കുന്നുണ്ടാകും. ചിലപ്പം ബി പി കാണുകയല്ല, എന്നാലും ബി പിക്ക് മരുന്ന് കഴിക്കും. കൊളസ്ട്രോള് മിക്കവാറും പേർക്കും കൂടുതലായിരിക്കും, അറ്റ്ലീസ്റ്റ് കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും. ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും മരുന്നില്ല. അപ്പം കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കഴിക്കാനുള്ള മരുന്ന് അവിടെയും കൊടുക്കും. അത് വീണ്ടും ലിവറിന്റെ സ്ട്രെസ് കൂട്ടും. കാരണം ലിവറാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കേണ്ട ആള്. ലിവറാണ് ഈ കൊളസ്ട്രോൾ നമ്മളുടെ സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കാനും വൈറ്റമിൻ ഡി ഉണ്ടാക്കാനും മറ്റേ സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കാനും നമ്മളുടെ ഇലക്ട്രോലൈറ്റ്സ് ബാലൻസ് കറക്റ്റ് ചെയ്യാനുള്ള മിനറലോകോർട്ടിക്കോയിഡ് ഉണ്ടാക്കാനും ഒക്കെ ആവശ്യമുള്ള സാധനമാണ്. അപ്പം അതിനെ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സ് തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ബേസിക്കലി ഇതെല്ലാം നമ്മളൊരു ബേസിക് നമ്മുടെ ലൈഫ് സയൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കേണ്ട വരുമ്പോൾ ചെയ്യുന്നത്. ഈ ഫാറ്റി ലിവറിന്റെ കാരണം എന്താ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടി പോകുന്നതുകൊണ്ട് മാത്രമാണ്. ഒന്ന് ഭക്ഷണം കൂടി പോകുന്നതുകൊണ്ട് വരാം, അല്ലെങ്കിൽ ഈ ഭക്ഷണം ഇതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ട ആക്സസറി പോഷകങ്ങൾ, അതാണ് വൈറ്റമിൻസ്, മിനറൽസ്, അമിനോ ആസിഡ്സ്, എസെൻഷ്യൽ ഫാറ്റ്. എസെൻഷ്യൽ ഫാറ്റും ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫാറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് എനർജിക്ക് വേണ്ടിയല്ല. അതിനകത്ത് omega-3 omega-6 ഫാറ്റ് ഉണ്ട്. അതും എസെൻഷ്യൽ ഫാറ്റാണ്. അതിൻ്റെ കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഫാറ്റി ലിവർ വരാം. ലിവർ നെക്രോസിസിലേക്ക് വല്ലതും പോകാം. വെരി ഡേഞ്ചറസ് കണ്ടീഷനാണ് ലിവർ, സിവിയർ ലിവർ കണ്ടീഷനിലേക്ക്. അതൊക്കെയാണ് ചിലപ്പോൾ പല പ്രഗ്നന്റ് പേഷ്യൻസിനൊക്കെ വരാവുന്ന ഒരു കണ്ടീഷനാണ്. കാരണം കുഞ്ഞിൻ്റെയും അമ്മയുടെയും കൂടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ പറ്റാതെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ ഫാസ്റ്റ് ലിവർ ഡാമേജ് ഒക്കെ വരാം.
അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ എല്ലാം റീസൺ നമ്മളുടെ ഫുഡിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അത് നമ്മൾ മരുന്നിനെ കുറിച്ച് ചെയ്യാൻ നോക്കുമ്പം ലിവർ പ്രോബ്ലം ഉള്ളവർ മാക്സിമം മരുന്നിൽ നിന്നും മരുന്നില്ലാതെ മാനേജ് ചെയ്യാനാണ് നോക്കേണ്ടത്. ലിവർ, കിഡ്നി അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. ലിവറും കിഡ്നിയും രോഗങ്ങളുള്ളപ്പം എന്ത് മരുന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ലിവറിൻ്റെ കിഡ്നിയുടെ സ്ട്രെസ് കൂടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം മരുന്ന് കഴിച്ച് ഈ രോഗങ്ങളൊന്നും മാറ്റാമെന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ ഒരു അക്യൂട്ട് നമ്മളൊരു സപ്പോർട്ട് ഇതായിട്ടൊക്കെ നമ്മൾ ICUലൊക്കെ കിടക്കുമ്പോൾ ട്രിപ്പ് ഇടാനും, ഛർദ്ദിക്കുന്ന ആൾക്ക് ഛർദ്ദലിന് കൊടുക്കുക, മരുന്ന് ഭക്ഷണം കൺട്രോൾ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ട്രിപ്പായിട്ട് കൊടുക്കുക, ഛർദ്ദലിന് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ നമ്മൾ മരുന്ന് വെച്ചുകൊണ്ട് ഈ ഫാറ്റി ലിവർ ഒന്നും മാറ്റാമെന്ന് പ്രതീക്ഷിക്കരുത്. ഇതിപ്പോ ഒരു ചോദ്യം, ഏജ് 30 ഫീമെയിലാണ്, ഗ്രേഡ് 3 ഫാറ്റി ലിവർ ആണ് എന്നാണ് എഴുതിയേക്കുന്നത്. അതിൽ SGOT 87ഉം SGPT 73 ആണ്. അത് താഴോട്ട് വരുന്നില്ല, നോർമലിലേക്ക് ആവുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേഡ് 3 ഫാറ്റി ലിവറും എൻസൈംസ് കൂടി അവൻ ഓൾറെഡി നോൺ ആൽക്കഹോൾ ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് നാഷ് എന്ന് പറയും. അത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ നമ്മൾ ഈ എൻസൈംസ് ഒക്കെ കൂടി നിൽക്കുന്ന മിക്കവാറും ഒരു 2 വീക്സ് മാക്സിമം 1 മന്ത് നമ്മളെപ്പോഴും നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലിനിക്കലി ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റും അതുപോലെ ഫാറ്റും പോലുള്ള എനർജി കൂടുതൽ കാലറി കണ്ടന്റ് നമ്മൾ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ നോക്കും. പ്രത്യേകിച്ച് അതേ സമയത്ത് എസെൻഷ്യൽ ഫാറ്റ് ഒമേഗ 3ഉം 6ഉം 9ഉം 9 എസെൻഷ്യൽ അല്ല, നല്ലതൊരു ബോഡി ബിൽഡിങ്. അതായത് നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് വന്നിരിക്കുമ്പോൾ കുറേ ലിവർ സെൽസ് ഡാമേജ്ഡ്, ആ സെല്ലിനെ എല്ലാം ഉണ്ടാക്കി പുതിയതുണ്ടാക്കണം. അപ്പോൾ അതിന് കറക്റ്റ് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും, ലിവർ സെല്ലിന് ഉണ്ടാക്കാനും പ്രോട്ടീൻ വേണം. പ്രോട്ടീനും കറക്റ്റ് ആയിട്ട് ഉള്ള ഒരു പ്രത്യേകിച്ച് ലിവറിന് വേണ്ട ഒരു സ്പെഷ്യൽ വൈറ്റമിൻ ഉണ്ട്, കോളിൻ എന്ന് പറയും. അപ്പോൾ ഈ കോളിനും മറ്റു വൈറ്റമിൻസ് എല്ലാവരെയും വേണം. എസെൻഷ്യൽ ഫാറ്റ് പ്രത്യേകിച്ച് ഒമേഗ 3 നമ്മളെപ്പോഴും ഒരു സിക്ക് കണ്ടീഷനിലിരിക്കുമ്പോൾ നമുക്ക് ഹീലിങ്ങിന് വേണ്ട ഏറ്റവും ഒരു പ്രധാന ബേസിക്കലി നമ്മുടെ ഹീലിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഒമേഗ 3 ഫാറ്റാണ്. ഈ ഒമേഗ 3 ഹൈ ആയിട്ടുള്ള ഒമേഗ 6ഉം 9ഉം ബാലൻസ്ഡ് ആയിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം കറക്റ്റായിട്ട്, പ്രത്യേകിച്ച് കോളിൻ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ കറക്റ്റായിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്ത് നമ്മുടെ ഫാറ്റിനെ ബേൺ ഔട്ട് ചെയ്യാനും നോക്കും. അപ്പോൾ അതും സിക്കായിട്ടുള്ളവർക്കൊന്നും വലിയ എക്സസൈസ് ഒന്നും പറ്റില്ല. ബെഡിൽ കിടന്ന് അല്ലെ ഇരുന്ന് ചെയ്യാവുന്ന എക്സസൈസ് മാത്രമാണ്. സിക്ക് പേഷ്യൻറ്റിന് വേണ്ടിയിട്ടും കൂടെ സിക്ക് അല്ലെങ്കിലും ഇത് തന്നെ മതി, സിക്ക് ആയിട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുമാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർ എൻസൈംസ് ഒക്കെ മിക്കവാറും ഇതിന് മന്ത് കറക്റ്റ് ആയിട്ടുണ്ടാവും, പ്രൊവൈഡഡ് പറയുന്ന പോലെ കേൾക്കുന്ന ആളാവണം. പിന്നെ ഫാറ്റി ലിവർ ആണെങ്കിലും നമ്മളൊരു 3 months ആകുമ്പോൾ നമുക്ക് ഫാറ്റി ലിവർ മാറി വരുന്നത് സമയമെടുക്കും. അപ്പോൾ എവറി 3 months ഓർ ഈവൻ മന്ത്ലി നോക്കാം. കാരണം അതിന് അത്ര വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും ഉള്ള ടെസ്റ്റ് അല്ല. അൾട്രാസൗണ്ട് സ്കാൻ നോക്കി അത് കുറഞ്ഞു വരും എന്നുള്ളതാണ്. പക്ഷേ ഡയറ്റ് നോക്കാൻ വില്ലിങ് ആയിരിക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. ഈവൻ മിക്കവാറും ഈ പേഷ്യൻസ് എല്ലാം തന്നെ ഓവർ വെയ്റ്റ് ആയിരിക്കും, വെയിറ്റ് കൂടുതലുള്ളവരായിരിക്കും ഇത്തരം പേഷ്യൻസ്. അപ്പോൾ അവരുടെ എല്ലാം ഒരു കറക്റ്റായിട്ട് നോക്കുന്ന ആൾക്കാണെങ്കിൽ ഒരു 20% വെയിറ്റ് റിഡക്ഷൻ, അതായത് 70 കിലോ ഉള്ള ആൾ, ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ മിക്കവാറും അവർക്ക് മാക്സിമം ആകാവുന്ന വല്ല 50 കിലോ ആയിരിക്കും, അവരായിരിക്കും 70 കിലോയിലിരിക്കുന്നത്. അപ്പോൾ 70 കിലോ ഉള്ള ഒരാൾക്ക് ഒരു 14 കിലോ ഒരു 3 മാസം കൊണ്ട് കുറയ്ക്കാം. ഇപ്പം ഇമാജിൻ 70ന് ഒരു 50 എന്തായാലും 60 താഴെ എത്താൻ പറ്റും. പിന്നത്തെ ഒരു 6 months കൊണ്ട് അടുത്തതൊരു 3 months കൊണ്ട് 50 താഴെ എത്താൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലം ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നോർമലൊക്കെ അബ്നോർമൽ ആണെന്നുള്ളതാണ്. അതായത് ഒത്തിരി നല്ല തടിച്ചിരിക്കുന്നതാണ് ഹെൽത്ത് എന്നുള്ളത്. ശരിക്കും നമ്മളൊരു 10-50 വർഷത്തെ പഴയ നമ്മളുടെ സോഷ്യൽ ഫോട്ടോസൊക്കെ നോക്കണം. ആ സ്വാതന്ത്ര്യത്തിൻ്റെയൊക്കെ കാലത്തൊക്കെ എല്ലാവരും നല്ല ട്രിമ്മായിട്ടാണ് ഇരുന്നത്. ഇപ്പം ഒരു കൊച്ചു പിള്ളേർ പോലും ഇങ്ങനെ വണ്ണം വെച്ച് വരികയാണ്, എല്ലാ ഹെൽത്തിന് നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്.
അത് ഫിസിക്കൽ ആക്ടിവിറ്റി അന്നൊക്കെ വണ്ണം ഉള്ളത് നമ്മളെ മസിലുമായിരുന്നു. ഇപ്പം മസിലും ഇല്ല, എല്ലാവർക്കും വണ്ണമാണ്. അപ്പോൾ എക്സസ് വണ്ണം വരുന്നത് മുഴുവൻ കൊഴുപ്പാണ്. ഈ കൊഴുപ്പൊക്കെ എല്ലാ സെല്ലിനെയും നമ്മൾ ഈവൻ ബ്രെയിൻ പോലും ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ കൊഴുപ്പ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ തന്നെ ആ സ്ട്രക്ചർ മാറിപ്പോവുക. അതാണ് ഇപ്പം നമുക്ക് മാനസിക രോഗങ്ങളും എല്ലാം കൂടുവാണല്ലോ. അപ്പം അതിൻ്റെ കാരണം നമ്മളുടെ ഫുഡ് ഹാബിറ്റും എക്സസൈസിലും വന്നിരിക്കുന്ന വ്യത്യാസമാണ്. ഈ സെഡൻഡറി ലൈഫ്, നമ്മളധികം ഫിസിക്കൽ വർക്ക് ചെയ്യാത്ത കാലത്ത് അതനുസരിച്ചുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കാൻ. ഇപ്പം ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ ട്രൈഗ്ലിസറൈഡിന് പ്രത്യേകിച്ച് മരുന്നില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് മരുന്ന് കൊടുക്കുന്ന ഇത് എളുപ്പമാണ്. അപ്പം ആ രീതിയിലാണ് കൂടുതലും ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. കൊളസ്ട്രോളിന് ട്രീറ്റ്മെൻറ്റ് കൂടുതൽ വരുന്നുണ്ട്, ട്രൈഗ്ലിസറൈഡിന് ട്രീറ്റ്മെൻറ്റ് വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞു കേട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവറിൻ്റെ അസുഖങ്ങൾക്ക് ഒരു വലിയ കാരണം ശരീരത്തിലെ അമിതമായ അളവിലുള്ള ഇൻസുലിൻ ആണെന്നാണ്. അപ്പം പറഞ്ഞു കേട്ടേക്കുന്നത് ഇൻസുലിൻ വളരെ കൂടുതൽ ഉണ്ടാവും, പക്ഷേ ഗ്ലൂക്കോസ് ടെസ്റ്റിലാണെങ്കിൽ ഗ്ലൂക്കോസ് കുറവായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇൻസുലിൻ കൂടുതലുള്ളതുകൊണ്ട് ഗ്ലൂക്കോസ് കുറഞ്ഞിരിക്കും. അപ്പം പക്ഷേ ടെസ്റ്റിംഗ് എപ്പോഴും ഗ്ലൂക്കോസിൻ്റെയാണ് ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് മാത്രം ചെയ്യുന്നതുകൊണ്ടും ഇൻസുലിൻ്റെ ടെസ്റ്റും ചെയ്യാതിരിക്കുന്നതുകൊണ്ടും ഈ ലിവറിൻ്റെ പ്രോബ്ലംസ് കൂടി വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ഈ ഫാറ്റി ലിവർ ഉള്ളവർക്ക് മിക്കവാറും പേർക്കും ഇൻസുലിൻ്റെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും. കാരണം അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു. അപ്പം ഫാറ്റിൽ ലിവർ കെട്ടുമ്പോൾ, അതായത് ഒരു സെല്ലിനുള്ളിൽ, അത് ലിവറിലെ സെല്ലിലാണേലും ഫാറ്റ് ലിവർ സെല്ലുകൾക്കുള്ളിൽ കെട്ടി നിൽക്കുന്നതാണല്ലോ ഫാറ്റി ലിവർ. അതാണ് ആദ്യം നമുക്ക് സംഭവിക്കുന്നത്. ആദ്യം എന്ന് പറയാൻ പറ്റില്ല, ആദ്യം നമ്മുടെ മേത്ത് വണ്ണം വെക്കുമായിരിക്കും. അതായത് നമ്മളുടെ ബോഡിയിൽ അഡിപ്പോസ് സെൽസ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കൊണ്ടുപോയി വെക്കാനായിട്ടാണ് നമ്മളുടെ ബോഡി നോക്കുന്നത്. നമ്മുടെ ലിവർ സെല്ലിനകത്തൊന്നും കെട്ടിക്കാനായിട്ട് അതല്ല അതിൻ്റെ നാച്ചുറൽ മെക്കാനിസം. പക്ഷേ പ്രത്യേകിച്ച് ഈ അണ്ടർ വെയ്റ്റ് ആയിട്ട് ഉണ്ടായപ്പം ഒക്കെ തന്നെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ, ഉണ്ടായപ്പോൾ 2 കിലോയും ഒരു 3.5 കിലോയും ഒക്കെ ഉണ്ടായിരുന്ന പിള്ളേരുണ്ടല്ലോ, ഇവരുടെയൊക്കെ മേത്ത് ഫാറ്റ് സെൽസ് കുറവായിരിക്കും അവർ വളർന്നു വന്നു കഴിയുമ്പം. അപ്പം മൊത്തത്തിൽ അവർ ലീൻ നേച്ചറുള്ള ആൾക്കാരിലാണ് ഫാറ്റ് സെൽസ് കുറവായിരിക്കും. അപ്പോൾ ഇത് കൊണ്ടുപോയി വയ്ക്കാൻ സ്ഥലമില്ല. അപ്പം നമുക്ക് ആകെ ഉണ്ടാകുന്ന വയറിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യം ഇച്ചിരി കുടവയറൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും എങ്ങോട്ടും കൊണ്ടുപോയി വയ്ക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ ലിവർ തന്നെ കെട്ടിക്കിടക്കാൻ തുടങ്ങും. അപ്പം ശരിക്കും നമുക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അതുപോലെ ഡയബറ്റിസിൻ്റെ പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ടോ എന്നറിയാനും ശരിക്കും പണ്ട് നമ്മൾ ഇൻസുലിൻ ഷുഗർ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ടെസ്റ്റൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തല്ല, ഏറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പം പ്രീ ഡയബറ്റീസ് ഉണ്ടോ എന്നറിയാൻ ഒന്നും നോക്കേണ്ടത് HbA1c-യാണ്. HbA1c 5.6-ന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രീ ഡയബറ്റിക്കാണെന്നറിയണം. നെക്സ്റ്റ് അതിനു മുമ്പ് നമുക്കറിയണമെങ്കിൽ ഇൻസുലിൻ ലെവലാണ് നോക്കേണ്ടത്. ഈ ഇൻസുലിനും നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒപ്പം തന്നെ ഷുഗറും കൂടെ നോക്കുക. അപ്പോൾ രാവിലെ എപ്പോഴാണെങ്കിലും അതിൻ്റെ പ്രൊപ്പോർഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ ലെവൽ ഒരു 100-ഓ 120-ഓ നിൽക്കുകയാണെങ്കിൽ ഇൻസുലിൻ ലെവൽ ഒരു 4-ഓ 5-ഓ, അത് കൂടി പോകുന്നതനുസരിച്ച് അതിൻ്റെ അർത്ഥം ഒരു 10-ലെങ്കിലും താഴെ നിൽക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത, ഇൻസുലിൻ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നുള്ള ഒരാൾക്ക് ഷുഗർ 140 ഉള്ളതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 10-ൽ താഴെ ആയിരിക്കണം. നമ്മൾ കാണാറുള്ളതാണ്. ഞാനത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് നമ്മൾ ഇപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അതൊക്കെ നമ്മൾ അത്ര ഫോളോ അപ്പ് ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ അത് പറയാൻ പറ്റുള്ളൂ. കാരണം ജനറലി അങ്ങനെ ഒരു നോട്ടം നമ്മൾ യൂഷ്വലി മെഡിക്കൽ ഫീൽഡിൽ നോക്കാറില്ല. കാരണം മരുന്ന് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അവർ ഷുഗർ നോക്കുക, മരുന്ന് കൊടുക്കുക, ഷുഗർ നോക്കുക. നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ ഇൻസുലിൻ ലെവൽ കൂടുതലുള്ളതുകൊണ്ട് ഇൻസുലിൻ ലെവൽ കുറയുന്നുണ്ടോ എന്നും കൂടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് ആദ്യമേ നമ്മൾ നോക്കുന്ന ഇൻസുലിനും സി പെപ്റ്റൈഡും ആണ്. അപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സി പെപ്റ്റൈഡും കൂടെ നോക്കും.
അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല നമ്മൾ പുറത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്ത ഇൻസുലിൻ ആണോ അതോ ഉള്ളിലുണ്ടാക്കുന്നതാണോ എന്ന്. ഉള്ളിലുണ്ടാക്കുന്ന ഈ സി പെപ്റ്റൈഡ് എന്ന് പറയുന്ന ഇൻസുലിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. അത് നമുക്ക് ഉള്ളിൽ നമ്മൾ പുറത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്യുന്നതിന് അത് വരില്ല. നമ്മളുടെ ഇനാക്റ്റീവ് പ്രോ ഇൻസുലിൻ എന്ന് പറയും. പ്രോ ഇൻസുലിനെ ഇൻസുലിനാക്കി മാറ്റുമ്പോൾ ഒരു സൈഡ് ചെയിൻ കുറച്ച് അമിനോ ആസിഡ്സിനെ അങ്ങ് മാറ്റിക്കളയും. അതിനാണ് പറയുന്നത് സി പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എത്ര ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പം ആ ഇൻസുലിൻ സി പെപ്റ്റൈഡ് ലെവൽ നോർമലാണ് നമുക്ക് ഉറപ്പിക്കാം ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, ടൈപ്പ് 1 ഡയബറ്റീസ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻസുലിൻ്റെ എല്ലാ മരുന്നും നിർത്തുന്നതുകൊണ്ട് ഒരു സേഫ്റ്റി പ്രശ്നങ്ങളും വരുന്നില്ല. ഇൻസുലിൻ കംപ്ലീറ്റ് നിർത്താം. ഇൻസുലിനും അതുപോലെ എല്ലാ ഡയബറ്റിക് മെഡിസിൻസും നിർത്തിക്കൊണ്ടാണ് നമ്മളുടെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം തന്നെ തുടങ്ങുന്നത്. യൂഷ്വലി 15th ഡേ ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ഇൻസുലിൻ നോക്കും. 8th ഡേയിൽ യൂഷ്വലി ഇൻസുലിൻ നോക്കാറില്ല, നമ്മൾ HbA1c നോക്കും. കറക്റ്റായിട്ട് നോക്കുന്ന ആളാണ് ഈ മരുന്നെല്ലാം നിർത്തിയിട്ട് 8th ഡേ ആകുമ്പോൾ തന്നെ ഇൻസുലിൻ HbA1c കുറഞ്ഞിട്ടുണ്ടാകും. 3 മാസം വരെ ഒന്നും വെയിറ്റ് ചെയ്തിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. ആദ്യത്തെ 8th ഡേ ആകുമ്പം HbA1c കുറഞ്ഞിട്ടുണ്ടാകും. 15th ഡേ ആകുമ്പോൾ വീണ്ടും HbA1c നോക്കും. അതുപോലെ ഇൻസുലിനും നോക്കും. ഇൻസുലിൻ കൂടുതലുള്ളവരുടെ ഇൻസുലിൻ അപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ടാകും. അത് ഓരോരുത്തരുടെ അനുസരിച്ചായിരിക്കും. ചിലപ്പം പാക്കാൻ നോർമലിലേക്ക് വന്നിട്ടുണ്ടാകും. യൂഷ്വലി നമ്മളൊരു നോർമൽ ഇൻസുലിൻ ലെവൽ എന്ന് പറയുന്നത് ഷുഗർ നോർമൽ, നമ്മൾ നോർമൽ ഷുഗർ എന്ന് എടുക്കുന്നത് 140 to 70 ആണ് നോർമൽ. അതായത് ഫാസ്റ്റിംഗ് ഒക്കെ ആകുമ്പോൾ അറൗണ്ട് 70 ആയിരിക്കണം. ഭക്ഷണം കഴിച്ചിട്ടിരിക്കുമ്പം ഒരു അറൗണ്ട് 130, 120 ഒക്കെ ആയിരിക്കണം. അതാണ് ഒരു നോർമൽ ഹെൽത്തി ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ആ ഷുഗറിലേക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് ഒരു 5 or 6 ഇൻസുലിൻ ലെവൽ 5 or 6 ഒക്കെ ആയിരിക്കും. ആ നിലയിൽ എത്തുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലിൻ ലെവലും കുറച്ചുകൊണ്ട് വരുന്നത് ആക്ച്വലി ഹൈപ്പർ ഇൻസുലിനീമിയ കാരണമാണ് ഈ കഴുത്തിന് ചുറ്റും ഡാർക്ക്നെസ്സും മുഖത്ത് ഈ ഡയബറ്റീസും ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ കാണാൻ മേലെ ഈ കഴുത്തിന് ചുറ്റും എക്കാൻതോസിസ് നിഗ്രിഗൻസ് എന്ന് പറയും നമ്മളുടെ അതിനെ പറയുന്നത്. അതിൽ കക്ഷത്തിൽ മുഖത്ത് കഴുത്തിന് ചുറ്റും ഒക്കെ ഡാർക്ക്നെസ് വരുന്നത് അതിന് എക്കാൻതോസിസ് നിഗ്രിഗൻസ്. അതിന് കാരണം ഇൻസുലിനാണ്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഡയബറ്റീസ് വരാൻ പോവുക. നമ്മുടെ പാൻക്രിയാസ് ഭയങ്കരമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുക. പാൻക്രിയാറ്റൈറ്റിസിലേക്ക് പോകാം. ഈവൻ പാൻക്രിയാസ് ഓവർ വർക്ക്ഡ് ആകുമ്പോൾ അതിന് കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ വല്ല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കയറി വരാം, വല്ല വൈറൽ ഇൻഫെക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ട്. ചിലപ്പോൾ അത് ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് പോകാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിള്ളേരുടെയൊക്കെ മുഖവും കഴുത്തും ഒക്കെ ഡാർക്കായിട്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത് ഡേഞ്ചർ. നമ്മളുടെ ഈ സ്കിൻ കാണിക്കുന്ന കളർ ഡിഫറൻസുകൾ എല്ലാം കാണിക്കുന്നത് നമുക്ക് കാണിച്ചു തന്ന ഡേഞ്ചർ സിഗ്നൽസ് ആണ്. ആ സിഗ്നൽസ് മനസ്സിലാക്കി നമ്മുടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ നോക്കുക. നേരെ പോയി കുറച്ച് മരുന്ന് മേടിച്ച് കഴിച്ച് ഇതെല്ലാം കറക്റ്റ് ചെയ്യാമെന്നല്ല. ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്. ഡയബറ്റീസ് 100% ജീവിതശൈലി രോഗമാണ്. ഇതിപ്പം നമുക്ക് അറിയാമല്ലോ, നവംബർ 14th ആണ് വേൾഡ് ഡയബറ്റിക് ഡേ ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇപ്പോഴത്തെ ആണോ എന്ന് എനിക്കറിയില്ല, അത് ലാസ്റ്റ് ഇയറിലെ ആണോ. ഡയബറ്റിക് ഡേയുടെ WHO ഇത് പറയുന്നത് എന്തായിരുന്നു, ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആക്കുക. അത് എല്ലാവർക്കും ഇൻസുലിൻ, വലിയ തടിയുള്ള ആൾക്കാർക്കൊക്കെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിൻ്റെ ആഫ്രിക്കൻ കൺട്രീസിലെ ബേസുള്ള ആൾക്കാർക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പടമാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് തന്നെ. ഡയബറ്റീസിന് ടൈപ്പ് 2 ഡയബറ്റീസിന് എല്ലാവർക്കും ആക്സസിബിൾ ടു ട്രീറ്റ്മെൻറ്റ് അല്ല വേണ്ടത്, എല്ലാവർക്കും ആക്സസിബിൾ ടു എഡ്യൂക്കേഷനാണ്. ശരിക്കും അവർക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓവർ ഭക്ഷണം, തെറ്റായ ഭക്ഷണ രീതി, ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാക്കിയ 100% മാറ്റാൻ പറ്റുന്ന, അതിന് ഒത്തിരി കാലമൊന്നും വേണ്ട. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് 2 or 3 months. ഇപ്പോൾ ഡയബറ്റീസ് നമ്മൾ കുറച്ചുകൊണ്ട് വരുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കറക്റ്റായിട്ട് നന്നായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ 10, 14, 15 ഒക്കെ HbA1c നിൽക്കുന്നവരെ കാണാറുണ്ട്. അവർ പോലും അതിന് ഓരോരുത്തരുടെ ഏജ് അനുസരിച്ച് 3 to 4 months കൊണ്ട് നമുക്ക് HbA1c 5.5ലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആരെങ്കിലും അത് പറ്റാതെ വരുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കൊതി പിടിച്ച്, നമ്മളെല്ലാവർക്കും ഉണ്ടല്ലോ ക്രേവിങ്, കാർബോഹൈഡ്രേറ്റിനോടാണ് നമുക്ക് ഏറ്റവും ക്രേവിങ് വരുന്നത്, മധുരവും കാർബോഹൈഡ്രേറ്റ്. അതുകൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഇത്തിരിയൊക്കെ വന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മളെല്ലാം കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞില്ലെങ്കിലും മരുന്നില്ലാതെ
നമുക്ക് ഇപ്പം മരുന്നും കഴിച്ചുകൊണ്ട് നമ്മൾ കാണുന്നത് 9, 10, 11, 12 HbA1c നിൽക്കുന്നവരെയാണ്. മരുന്നില്ലാതെ അത് വിതിൻ ഫ്യൂ അവേഴ്സ് ഓർ വിതിൻ ഫ്യൂ ഡേയ്സ് കൊണ്ട് നമുക്ക് മരുന്നില്ലാതെ ഷുഗർ കൺട്രോൾ പോസിബിൾ ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ആ മനസ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അത് മനസ്സിനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് എന്താ നോളജ്, ആ വിവരം ഉണ്ടാവണം, ആ സയൻസ് എന്താണെന്നറിയണം. ആ ഒരൊറ്റ ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ മാത്രം മതി. അപ്പൊ അതിലൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എല്ലാവർക്കും കൊണ്ട് ഇൻസുലിനും എല്ലാവർക്കും കൊണ്ട് ടാബ്ലറ്റും കൊടുക്കുകയല്ല ശരിക്കും ഡയബറ്റീസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇന്നിപ്പം WHO പോലും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവയർനെസ് ക്രിയേഷനിലേക്ക് ആരും നോക്കുന്നില്ല എന്നുള്ളതാണ്. ഡയബറ്റിസ് 100% മരുന്നില്ലാതെ മാറ്റാൻ പറ്റുന്ന രോഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുള്ള അവയർനെസ് എന്തുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ലെവലിൽ നിന്നും വരാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഇതിലേക്ക് കയറി വരുമായിരിക്കും. WHO ലെവലിലും വിതിൻ ഫ്യൂ ഇയേഴ്സ് ആ നിലയിലേക്ക് നമ്മൾ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഡയബറ്റിസ് ആണ് നമുക്കിന്നുണ്ടാക്കുന്ന ഓൾമോസ്റ്റ് ഓൾ ദ പ്രോബ്ലംസിന് കാരണം. ഹാർട്ട് അറ്റാക്കിൻ്റെയും റീനൽ ഫെയിലിയറിൻ്റെയും ഇതുമൊക്കെ. അതിൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഫാറ്റി ലിവറിലാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഫാറ്റി ലിവറാണ്. ഡയബറ്റീസിന് മുമ്പുള്ള ഒരു സ്റ്റേജാണ് ഫാറ്റി ലിവറിൻ്റെ തുടക്കം. അതിങ്ങനെ പ്രോഗ്രഷൻ വരുന്നതനുസരിച്ച് അത് വരും. ചിലർക്ക് ഡയബറ്റീസിലേക്ക് പോയെന്നിരിക്കും, ചിലർക്ക് കുറെ കൂടെ താമസിച്ചായിരിക്കും ഡയബറ്റീസിലേക്ക് പോകുന്നത്. ലിവർ, അതാണ് ആ വ്യത്യാസം. പിന്നെ ഒത്തിരി ഇത് കഴിയുമ്പോഴേക്കും അവർക്ക് ആ വിശപ്പൊക്കെ കുറഞ്ഞു വന്ന് ലിവർ ഫെയിലിയർ എത്തുമ്പോഴേക്കും ചിലപ്പം ഭക്ഷണം കഴിക്കാൻ മേലാതെയായി അങ്ങനത്തെ നിലയിലേക്കും കൂടെ പോകും. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലായേണ്ട ഫാറ്റി ലിവറും ഈ ഡയബറ്റീസും ഒക്കെ 100% മാറ്റാവുന്ന, മരുന്നില്ലാതെ നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് മാറ്റാവുന്ന രോഗമാണ്. ചിലപ്പോഴൊക്കെ ഈ ലിവറിന്റെ അസുഖം എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ വഴി വന്നതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഇൻഫെക്ഷൻ ശരിക്കും ഈ ലിവറുമായിട്ട് എങ്ങനെയാണ് ആ ഇൻഫെക്ഷൻ ലിവറിനെ ബാധിക്കുന്നത്? എന്ത് ഇൻഫെക്ഷനുകളാണ് ലിവറിനെ ബാധിക്കുന്നത്? അപ്പം അങ്ങനെ ഇൻഫെക്ഷൻ വഴി ലിവറിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിക്കവറിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണക്രമവും കാര്യങ്ങളും എത്രമാത്രം ഗുണകരമാണ്? ലിവറിന് നമുക്കറിയാം, ലിവറിനെ ബാധിക്കുന്ന വൈറസുകളാണ് പ്രധാനം. അമീബിയാസിസ് എന്നൊക്കെ പറഞ്ഞ് പണ്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് സിസ്റ്റ്, ലിവറിനകത്ത് സിസ്റ്റ് ഒക്കെ വരുത്തുന്നത്. അത് പക്ഷെ ഇപ്പം അങ്ങനെ കാണുന്നില്ല. പിന്നെ ലിവറിൽ കിടക്കുന്നത് മലേറിയയുടെയാണ്. മലേറിയ അങ്ങനെ ലിവർ ഫെയിലിയറിലേക്ക് കൊണ്ടുപോകാറില്ല. പക്ഷെ ലിവറിന് പ്രോബ്ലം ഉണ്ടായിരുന്ന വൈറസാണ്. അതിൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി അത് കംപ്ലീറ്റ് മാറും. അതാണ് നമ്മൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു എപ്പിഡമിയൊക്കെ പോലെ വരുമല്ലോ. അപ്പോഴത്തെ ആ സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും, പക്ഷെ ഹെപ്പറ്റൈറ്റിസ് എ വന്നിട്ട് മരിക്കാറുണ്ട് പേഷ്യൻസ്. പിന്നെയുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇയും ഒക്കെ ഉണ്ട്. അതൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഡോർമെൻ്റ് ആയിട്ട് കിടക്കും. അപ്പം അതാണ് വേറൊരു ഇത് വരുന്നത്. അത് അതിനകത്ത് ഇങ്ങനെ ആ വൈറസ് അവിടെ നിന്ന് വിട്ടുപോകാതെ അവിടെ തന്നെ കിടന്നുകൊണ്ടിരിക്കും. അപ്പം ഇപ്പം അതിനൊക്കെ കുറേ മരുന്നുകളൊക്കെ ആൻറ്റിവൈറലൊക്കെ ഉണ്ട്. പക്ഷെ ഈ ആൻറ്റിവൈറലും നമുക്ക് ലിവറിലേക്ക് സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഈ വൈറസ് അവിടെ ചെന്നിട്ട് അവരിറങ്ങി പോകാതെ കിടക്കുന്നത്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. വൈറസ് ഒരു സെല്ലിനകത്ത് കയറിയല്ല, അവർ നമ്മൾ ആ സെല്ലിനെ അങ്ങ് ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ നമ്മളുടെ ആ സെല്ലിൻ്റെ കൺട്രോൾ എല്ലാം എടുത്ത് അവരുടെ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ് ഒരു വൈറസ് ചെയ്യുന്നത്. അവർക്കൊരു സെൽ ബോഡി പോലും ഇല്ല എന്ന് ഓർക്കണം. അവർക്ക് ജസ്റ്റ് ഒരു RNA, ഒരു വൈറസ്, ഒരു സ്ട്രാൻഡ് ഓഫ് RNA അല്ലെങ്കിൽ DNA, അതായത് ന്യൂക്ലിക് ആസിഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരതിനകത്ത് കയറി അവരങ്ങ് ആധിപത്യം സ്ഥാപിക്കുകയാണ്. പിന്നെ അത് ആ സെല്ല് വളർന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ മില്യൺസ് ഓഫ് വൈറസ് ആണ് പുറത്തു വരുന്നത്. അത് മറ്റു സെല്ലിൽ കയറി ഇങ്ങനെ പോകും. ഇതിനെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അതിനുള്ളൊരു കേപ്പബിലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് അത് അവിടെ കിടക്കുന്നത്. ഈ ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിലും ബി ആണെങ്കിലും സി ആണെങ്കിലും നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്യൂട്ട് സ്റ്റേജിലാണ് ആൻറ്റിവൈറലൊക്കെ ഉപയോഗിക്കണം. അതായത് പെട്ടെന്ന് കൂടിപ്പോകുന്നത്. ഒരു കാരിയർ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ക്രോണിക് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ അവിടെ ഫുഡാണ് വേണ്ടത്. ലിവറിന് വേണ്ട, ലിവറിൻ്റെ സെല്ലിന് പുതിയതുണ്ടാക്കാനുള്ള ഫുഡ് കൊടുക്കുക, മറ്റുള്ള ടോക്സിൻ ലെവൽ കുറയ്ക്കുക, ലിവറിന് റെസ്റ്റ് കൊടുക്കുക, അതായത് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ടൈപ്പ് ന്യൂട്രിയൻസ് കൊടുക്കുക, ഈസി ആയിട്ട്
ആ ന്യൂട്രിയൻസ് അവിടെ ചെന്ന് കഴിയുകയും പിന്നെ മറ്റു വിഷാംശം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാതിരിക്കുക. വിഷാംശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഭക്ഷണത്തിൽ തന്നെ ഇഷ്ടംപോലെ വിഷമാണ്. കളറും പ്രിസർവേറ്റീവ്സും. ഭക്ഷണം തന്നെ ഓവറായി പോകരുത്. ഭക്ഷണം ആവശ്യത്തിനേ വരാവുള്ളൂ. ഈസിലി ഡൈജസ്റ്റബിൾ ആവണം. ന്യൂട്രിയൻസ് കിട്ടണം. ലിവറിന് അസുഖമായിട്ടിരിക്കുമ്പോൾ അവിടെ ഉള്ള കാർബോഹൈഡ്രേറ്റും കഞ്ഞിയും കപ്പയും ഒന്നും അല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് പ്രോട്ടീന്, വൈറ്റമിൻസ്, മിനറൽസ്, ഈ ഒമേഗ-3 ഫാറ്റ്. ഒമേഗ-3 ഫാറ്റിനെ ആണെങ്കിൽ അതിൻ്റെ ഹയർ ലെവല് ഏറ്റവും ഇതായിട്ടുള്ള DHAയിലേക്കൊക്കെ എത്തിക്കണമെങ്കിൽ അതിനും കുറേ വൈറ്റമിൻസ് ഒക്കെ വേണ്ടതുണ്ട്. മൈക്രോ എലമെന്റ്സ് ലൈക്ക് സെലനിയം, അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ വേണം. ഈ സാധനങ്ങളെല്ലാം ഉള്ള ഒരു ഫുഡാണ് നമുക്ക് കൊടുക്കേണ്ടത് അവർക്ക്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കുറയ്ക്കണം. ഈവൻ ഓവർ വെയിറ്റ് ഒക്കെ ആയിട്ടുള്ളവർക്കാണെങ്കിൽ കാലറി, അതായത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം മാക്സിമം കുറയ്ക്കണം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലറി കണക്കെടുക്കുകയാണെങ്കിൽ ഈ പ്രോട്ടീനും എസെൻഷ്യൽ ഫാറ്റും കൂടെ മാത്രമുള്ള ഇത് വരുമ്പോൾ ഒരു 600-650 കാലറി ഫുഡ്. അതായത് അതിനകത്ത് ഈ കാലറി കൗണ്ട് വരുന്നത് തന്നെ ഫ്രം എസെൻഷ്യൽ ഫാറ്റ് ആയിരിക്കണം. അതുപോലെ എസെൻഷ്യൽ അമിനോ ആസിഡ്സും പ്രോട്ടീനിൽ നിന്നും ആയിരിക്കണം. അങ്ങനെയുള്ളൊരു ഫുഡാണ് അവർക്ക് കൊടുക്കേണ്ടത്. അവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ റിവേഴ്സ് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് ഞാൻ കാണുമായിരുന്നു. അദ്ദേഹം വർഷങ്ങളായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി, ഐ ഡോണ്ട് റിമെമ്പർ, ഇതൊന്നും പറഞ്ഞ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. വെരി കോസ്റ്റ്ലി മെഡിസിൻസ് ആണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി ആൻറ്റിവൈറൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മാസം തന്നെ 10,000-3,000 രൂപ 4,000 രൂപ ചിലവ് വരുന്ന മരുന്നൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മളെന്തായാലും തുടങ്ങുന്നതിൻ്റെ മുമ്പ് അത് കുറയ്ക്കണമെന്ന് ഈ മരുന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് വരാൻ കാരണം ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് വൈറസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൂടാതെ ഇപ്പം ഫാറ്റി ലിവറും ലിവർ സിറോസിസും കാണിക്കുന്നുണ്ട്, അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് അറിയാനാണ് അദ്ദേഹം വന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മളപ്പം നോക്കും ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു, ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. അപ്പം അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ആക്ച്വലി അദ്ദേഹത്തിന് ഹെപ്പറ്റൈറ്റിസ് ബി ഓൾറെഡി നെഗറ്റീവ് ആണ്. വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുക. ഈ മരുന്ന് തുടങ്ങിയതിന് ശേഷം ഈ ഹെപ്പറ്റൈറ്റിസ് ബി നോക്കിയിട്ട് തന്നെ ഇല്ല. ഹെപ്പറ്റൈറ്റിസ് ബി അവിടെ എപ്പോഴും ആക്റ്റീവാണ്. ഹെപ്പറ്റൈറ്റിസ് ബി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതേ ഉള്ളൂ. ആക്ച്വലി അദ്ദേഹത്തിന് ശരിക്കും ഈ മരുന്നുകളുടെ ആവശ്യമില്ല. മരുന്ന് വീണ്ടും സ്ട്രെസ് ഉണ്ടാക്കുക, അതവിടെ ഫൈബ്രോസിസും ഫാറ്റി ലിവറും ഉണ്ടാക്കും. അപ്പം ഹെപ്പറ്റൈറ്റിസ് ബി ആണെന്നും പറഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് എന്തെങ്കിലും കഴിച്ച് അത് മാറുന്നുണ്ടോ എന്ന് നോക്കണം. ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കും ഒക്കെ മരുന്ന് കഴിക്കുന്നവർ ഡെഫിനറ്റ്ലി വൈറൽ കൗണ്ടും ഇതുമൊക്കെ നോക്കണം. ശരിക്കും അവരും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ന്യൂട്രീഷൻ എടുത്ത് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത് ഈ അവിടെ അറ്റാക്ക് ചെയ്ത് കയറിയിരിക്കുന്ന വൈറസിനെ പുറത്താക്കാനായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ, നമ്മളുടെ ബോഡിയുടെ, നമ്മുടെ സെൽഫ് ഹീലിംഗ് പവറിനെ എംപവർ ചെയ്യാനാണ്. നമ്മളെ തന്നെ എംപവർ ചെയ്ത് നമ്മുടെ ബോഡിയുടെ സെൽഫ് ഹീലിംഗ് പവർ എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അവരെ എംപവർ ചെയ്ത് ഇതിനെ മാറ്റിക്കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ പേഷ്യൻ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആൻറ്റിവൈറൽ നമുക്ക് നിർത്താൻ ഇമ്മീഡിയറ്റ്ലി തന്നെ ആൻറ്റിവൈറൽ മരുന്ന് നിർത്താമല്ലോ. വൈറസ് അവിടെ ഇല്ല, പിന്നെ എന്തിനെ നമ്മൾ ഈ ആൻറ്റിവൈറൽ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഇനി എന്തെങ്കിലും റിയാക്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. അത് എവരി മന്ത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കുക, എക്സസൈസ് കൊടുക്കുക. നമ്മുടെ പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി ആ ലിവറിനെ ഒന്ന് റീജനറേറ്റ് ചെയ്തെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുക. നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഫുഡ് മാത്രം വെച്ചാണ്. ആ ഫുഡിൻ്റെ കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അത് നമുക്ക് ചേരുന്ന ഫുഡ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഇപ്പം നമുക്കറിയാം, ചിലർ വെജിറ്റേറിയൻസ് ആയിരിക്കും, ചിലർ നോൺ വെജ് ആയിരിക്കും എടുക്കുന്നത്. ചിലരിപ്പം നമ്മൾ ആഫ്രിക്കയിലുള്ള ഒരാളുടെ ഭക്ഷണ രീതിയല്ല നമ്മൾ ഇവിടെ ഉള്ളത്. എല്ലാവർക്കും അവരവരുടെ ടേസ്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മളുടെ ഓരോരുത്തരുടെ അതുപോലെ നമ്മൾ ഈ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിന് മനസ്സിലാകുന്ന ഓരോരുത്തർക്കും ചേരുന്ന ഫുഡും വേറെ വേറെ ആയിരിക്കും. വെജും നോൺ വെജും മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈവൻ പച്ചക്കറി. ചിലർക്ക് വെണ്ടയ്ക്ക അലർജി ആയിരിക്കും, ചിലർക്ക് കടുക് പറ്റില്ലായിരിക്കും, ചിലർക്ക് ഈവൻ റൈസ്, ചിലർക്ക് വീറ്റ്, ഇതൊക്കെ പറ്റാത്തവരുണ്ടാവും. അപ്പം അതും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഈ പലരും ഇപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, ലിവറിനെ കുറിച്ച് പറയുമ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചും കൂടെ മനസ്സിലാക്കണം. അതായത് ചില ആൾക്കാർ ഈ ഫാമിലിയിൽ തന്നെ ലിവർ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ 45 വയസ്സാകുമ്പോഴേക്കും
ആൽക്കഹോളിക് ഒന്നും അല്ലാതെ തന്നെ അവർ ഓവർ വെയ്റ്റും ആയിരിക്കില്ല. അതായത് ഇങ്ങനെ വണ്ണവും കൂടുതലില്ല. എന്നാലും അവർക്ക് ലിവർ ഫെയിലിയർ വന്ന് മരിക്കുന്നു. ലിവർ ഫെയിലിയറിലേക്ക് പോയി അത്രയും വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഇതിലാണേലും നമ്മൾ പലതും ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പൊ അവര് അങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസിന്റെ ജെനറ്റിക്സ് കിടക്കുന്നവർക്ക് നമ്മൾ ഓവർ വെയ്റ്റോ എക്സസ് കാർബോഹൈഡ്രേറ്റോ ഒക്കെ വരുമ്പം ഡെഫിനറ്റ്ലി അത് ദോഷം ചെയ്യും. അതുപോലെ തന്നെ ചില ഫുഡ് അവർക്ക് പറ്റാത്തതുണ്ടാവും. ചില ഈ ഫുഡിനകത്തുള്ള കെമിക്കലുകൾ പറ്റാത്തതുണ്ടാവും. അതൊക്കെ ഏതാന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഒഴിവാക്കാനും കൂടെയാണ് അങ്ങനെ ഫാമിലിയിൽ ഏർലി ലിവർ ഫെയിലിയർ വരുന്ന ഈ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്. അത് സൈലന്റ് ആയിട്ട് പതുക്കെ പതുക്കെ പോകുന്നത് കൊണ്ട് അത് പെർമനന്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ഇതായിട്ട് വരുന്ന 2 തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതിൽ ഈ സ്ലോ ആയിട്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് പോകുന്നതാണ് ഈ ഫാമിലിയിലായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും 40-ആം വയസ്സിലും 50-ആം വയസ്സിലും 60-ആം വയസ്സിലും ഒക്കെ. അത് നമ്മൾ എത്ര ഹെൽത്ത് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് നിൽക്കുന്നതനുസരിച്ച് നമുക്ക് എക്സ്റ്റൻഡഡ് ലൈഫ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അതും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ നമ്മളുടെ ഈ സോഡ ഡ്രിങ്ക്സ്, ബെവറേജസ്, ഇങ്ങനെ ബോട്ടിൽഡ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ ഈ ട്രാൻസ് ഫാറ്റ്സും ആണ് ഒരു മെയിൻ കാരണം ഈ ഫാറ്റി ലിവർ പിള്ളേരിൽ കൂടാന്ന് ആണ് ഈ പുറത്തുള്ള ഇൻഫർമേഷൻ. അത് എത്രമാത്രം ശരിയാണ്? എന്താണെന്ന് വെച്ചാൽ ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഇവിടെ ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ കൊച്ചു പിള്ളേരെ അവരെ നമ്മൾ സോപ്പിടാൻ വേണ്ടിയിട്ട് മധുരമാണല്ലോ ആദ്യമേ കൊടുക്കുന്നത്. അപ്പം എപ്പോഴും ഒരു പാക്കറ്റ് ചോക്ലേറ്റ്, ആരെങ്കിലും ഗസ്റ്റ് വരുവാണെങ്കിൽ പിള്ളേരെ ഇത് ചെയ്യാനായിട്ട് പുറത്തുനിന്നൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ കിലോ കണക്കിനാണ് ഇങ്ങനെ. കാരണം ഏറ്റവും ഈസി ആയിട്ട് കൊണ്ടുവന്ന് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ചോക്ലേറ്റും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഈ സ്വീറ്റ്സ്. അതിനകത്ത് ബേസിക്കലി അതിനകത്ത് കണ്ടന്റ് എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ പേസ്ട്രി, സ്വീറ്റ്സ്, ഇതെല്ലാം ഇവൻ നമ്മൾ കേക്ക്, നമ്മൾ ഈ ബർത്ത്ഡേക്കൊക്കെ വളരെ ആഘോഷമായിട്ട് ചെയ്യുന്ന കേക്കുകളൊക്കെ ഇല്ലേ, ഇതിനകത്ത് എല്ലാം കണ്ടന്റ് വരുന്നത് ഒന്ന് മൈദ ഉണ്ടാവും കുറച്ച്, അത് ഇതിൻ്റെ കണക്കനുസരിച്ച്. പിന്നെ പഞ്ചസാര അല്ലെങ്കിൽ ഫ്രക്ടോസ് സിറപ്പ്. ഇപ്പൊ കേക്കുകളിലൊക്കെ പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്, ഫ്രക്ടോസ് സിറപ്പാണ്. പിന്നെ ഉള്ളത് ഇവൻ സം ഫോം ഓഫ് മധുരമുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, മറ്റേ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്. സാധാരണ സാച്ചുറേറ്റഡ് ഫാറ്റാണ് നമ്മൾ ഈ കോക്കനട്ട് ഓയിലുള്ളത്. കോക്കനട്ട് ഓയിൽ വെച്ച് നമുക്ക് കേക്കും പേസ്ട്രിയും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനുപയോഗിക്കുന്നത് ഹൈഡ്രജനേറ്റഡ് ഫാറ്റാണ്. അതൊരു ആർട്ടിഫിഷ്യൽ ഫാറ്റ് ഫോമാണ്. ആർട്ടിഫിഷ്യൽ ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റിനെ ഹൈഡ്രജനേറ്റ് ചെയ്ത്, അപ്പം അതിന് നമ്മളുടെ ബോഡിക്ക് ഫെമിലിയർ അല്ല. നമ്മളുടെ ബോഡി ഫങ്ഷൻ ചെയ്യുന്ന നമ്മളുടെ ഒരു റിട്ടേൺ ഫോർമാറ്റ് ഉണ്ട്, നമ്മളുടെ ജെനറ്റിക്സ് ഉണ്ട്. ജെനറ്റിക്സിൽ നമ്മളുടെ DNA എഴുതിയിരിക്കുന്ന അതാണ് നമ്മളുടെ ഓപ്പറേഷൻ മാനുവൽ. ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതിന് നമുക്കൊരു കമ്പ്യൂട്ടറിന് ഒരു ഓപ്പറേഷൻ മാനുവൽ ഉണ്ടല്ലോ. നമ്മളുടെ ബോഡിയുടെ ഓപ്പറേഷൻ മാനുവലാണ് നമ്മളുടെ ജെനറ്റിക്സ്. ആ ജെനറ്റിക്സിനകത്ത് ഈ കാര്യങ്ങൾ ദൈവം നമ്മളെ ഉണ്ടാക്കിയപ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എവല്യൂഷനിൽ കൂടെ വന്നപ്പോഴോ നമ്മൾ ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റ് യൂസ് ചെയ്യാനൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മളുടെ ജെനറ്റിക്സിൽ അതില്ല. അതൊക്കെ നമ്മൾ ഈ 10-30-50 വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്ന കാര്യമാണ്. അപ്പം അതുപോലെ തന്നെ ഫ്രക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ആകെ ഈ തേന്, നമ്മൾ പൂവിലെ തേന് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഹണി ബീസ് സംഭരിച്ചു വെച്ചിരിക്കുന്ന തേൻ എടുക്കുന്നത്. ഇതിൽ മാത്രമാണ് ഫ്രക്ടോസ് ഉള്ളത് ഫ്രൂട്ട്സിൽ. ഓക്കെ, പക്ഷെ നമ്മൾ അന്ന് ഫ്രൂട്ട്സ് ഒന്നും ഇത്രയും പ്ലെന്റി അല്ല. ഇങ്ങനെ ഫ്രൂട്ടിനെ ആരും ജ്യൂസാക്കി കഴിക്കുന്നില്ല. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കണമെങ്കിൽ ഒരു 1 ഇല്ല 2 ഓറഞ്ച് കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മടുക്കും. അതേസമയത്ത് നമ്മളൊരു 10 ഓറഞ്ച് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 5 ഓറഞ്ച് എടുക്കേണ്ടി വരും ഒരു ഗ്ലാസ് ജ്യൂസ് ആക്കി എടുക്കാൻ.
അതിനകത്തേക്ക് പിന്നെ അതിനെ മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് ഐദർ ഫ്രക്ടോസ് സിറപ്പ് ഒഴിക്കും, അല്ലെങ്കിൽ പഞ്ചസാര ഇടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇന്നിപ്പോ കഴിക്കുന്നത്. ഇപ്പൊ കുട്ടികളും യങ്സ്റ്റേഴ്സുമാണ് ഈ മധുരവും ഇങ്ങനത്തെ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഈ 2 സാധനത്തിൽ ഇതിൽ തന്നെ നമ്മൾ ചോറ് കഴിക്കുമ്പം അതിനെ സ്റ്റാർച്ചാണ്, അതിനെ ഗ്ലൂക്കോസ് ആക്കിയാണ് മാറ്റുന്നത് ബോഡി. പക്ഷെ പഞ്ചസാരയാണെങ്കിൽ അതിനകത്ത് മനസ്സിലാക്കണം, ഒരു ഫ്രക്ടോസും ഒരു ഗ്ലൂക്കോസും ആണ്. ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ഫോർമാറ്റിലാണ്. ഫ്രക്ടോസിനെ ഗ്ലൂക്കോസ് ആക്കിയാലേ നമ്മുടെ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് മധുരത്തിന് വേണ്ടി ഈ ഫ്രക്ടോസിന് എന്താ, പഞ്ചസാരയെക്കാളും കൂടുതൽ മധുരമുണ്ട്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസുമാണ്. അപ്പൊ ഫ്രക്ടോസ് സിറപ്പ് ഫ്രക്ടോസ് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം തേനിന് മധുരം കൂടുതലല്ല. തേനിന് ഓൾമോസ്റ്റ് 60% ഫ്രക്ടോസും ഒരു 40% അറൗണ്ടാണ് ഞാൻ പറയുന്നത്, അത്ര എക്സാക്റ്റ് ആകണമെന്നില്ല, 40% ഗ്ലൂക്കോസും ആയിരിക്കും. അതിനകത്ത് ഏകദേശം അത് വരുന്നുണ്ട്. അപ്പൊ അതാണ് തേനിന്റെ ഒരു കോമ്പോസിഷൻ വരുന്നത്. അപ്പം കുറച്ചളവിൽ തേനൊക്കെ കഴിക്കുന്നത് ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ ഇപ്പം നമുക്ക് തേനാണോ എന്താണേലും തേനൊക്കെ വളരെ പ്ലെന്റിയാണ്. അപ്പൊ നമുക്ക് പൈസയും കൂടെ ഉണ്ടെങ്കിൽ തേനാണേലും ഓവറായിട്ട് കഴിക്കും. പിന്നെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ തേൻ വരുന്നുണ്ട്. അത് ഈ ഫ്രക്ടോസ് സിറപ്പും അത് ആ ഒരു കോമ്പോസിഷൻ തേൻ തന്നെ ടേസ്റ്റ് ആക്കി ആർട്ടിഫിഷ്യൽ തേനും കിട്ടും. അപ്പൊ ഇതൊക്കെ നമുക്ക് പൈസയും ഇഷ്ടം പോലെ ഉണ്ട്. മിക്കവാറും 1-2 കുട്ടികളല്ലേ ഉള്ളൂ, എല്ലാവർക്കും എന്തുവേണേലും മേടിച്ചു കൊടുക്കാനുള്ള. പിള്ളേരൊക്കെ അല്ലേ, ഇഷ്ടമുള്ളത്രയും പിള്ളേർ കഴിക്കട്ടെ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ മേടിച്ചു കൊടുക്കും. അപ്പൊ ആക്ച്വലി നമ്മൾ ഇതെല്ലാം നമ്മുടെ ലിവറിനെ ഹാം ചെയ്യുക. ഫ്രക്ടോസ് ആണ് ഏറ്റവും ഒരു ഹാംഫുൾ. അതുകൊണ്ടാണ് പഞ്ചസാര കുറയ്ക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ പഞ്ചസാരയെക്കാളും കൂടുതൽ ഡാമേജിങ് ആണ് ഫ്രക്ടോസ് സിറപ്പ്. നമ്മുടെ ഈ ബേക്കറി ഐറ്റംസിൽ പ്രത്യേകിച്ച് പേസ്ട്രീസിനെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം അത് പഞ്ചസാര സിറപ്പ് ഉപയോഗിക്കുന്നതിനും സോഫ്റ്റർ ആൻഡ് ടേസ്റ്റിയർ ആൻഡ് ആ ടെക്സ്ചറൊക്കെ മച്ച് ബെറ്റർ ആയിരിക്കും വരുമ്പം. പിന്നെ സ്വീറ്റ്നെസ്സും കൂടുതലാണ്, വിലയും കുറവ്. അതൊക്കെ ഇങ്ങനെ പുറത്തുനിന്നൊക്കെ ടാങ്കിനാണ്, വലിയ വലിയ കണ്ടെയ്നേഴ്സിലാണ് വരുന്നതെന്ന് പറയുന്നത്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പം മനസ്സിലായതാണ്, പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ കണ്ടെയ്നേഴ്സ്, വലിയ ഷിപ്പിൽ ഇത് വന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്നാണ്. അപ്പൊ അതൊക്കെ വളരെ നിസ്സാര വിലയ്ക്ക് പഞ്ചസാരയെക്കാളും ചീപ്പറായിട്ട് ഈ സാധനം കിട്ടുന്നുണ്ട്. അപ്പം ഈവൻ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് പോലും നമ്മൾ ഓവർ ആകുന്നത് കൊള്ളൂല. ഇപ്പം ഈവൻ ഫ്രഷ് ഫ്രൂട്ട്സിന്റെ ജ്യൂസ് ആണെങ്കിലും ഓവർ ആകുന്നത് അതിനകത്ത് തന്നെ എക്സസ് ഫ്രക്ടോസ് വരികയാണ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തേക്ക് പിന്നെ ഈ ബാക്കി കാര്യങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഫ്രക്ടോസിന് നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാതെ അതിനെ പിന്നെ ഷുഗറാക്കി ഗ്ലൂക്കോസ് ആക്കി മാറ്റി വേണം നമ്മൾ പ്രോസസ്സിങ്ങിലേക്ക് പോകാൻ. ഇതിൻ്റെ വർക്ക് ലോഡ് വരുന്ന ലിവറാണ്. അപ്പം വീണ്ടും അതുകൊണ്ടാണ് ഈ ഇപ്പം പറയുന്നത് ഫ്രക്ടോസും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഈ ഫ്രക്ടോസ് ആണ് ഡയബറ്റീസിലേക്ക് പോകുന്നത്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, ഇൻസുലിൻ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതവിടെ കെട്ടിക്കിടക്കും. ബിക്കോസ് നമ്മളുടെ ഓപ്പറേഷൻ മാനുവൽ, അതായത് നമ്മളുടെ ജെനറ്റിക്സ് ഇങ്ങനെ ഓവറായിട്ട് ഫ്രക്ടോസിനെ ഹാൻഡിൽ ചെയ്യാനോ ഓവറായിട്ട് ഈ ഹൈഡ്രജനേറ്റഡ് ഫാറ്റിനെ പ്രോസസ്സ് ചെയ്യാനോ ഒന്നും പഠിച്ചിട്ടില്ല. അതെല്ലാം അവിടെ കെട്ടിക്കിടക്കും. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അസുഖങ്ങൾക്കും കാരണമാകുന്നത്. അപ്പം നമ്മൾ നമ്മളുടെ ജെനറ്റിക്സ് നമ്മളെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മളുടെ ബോഡി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഈ 10ാം ക്ലാസ് വരെയും 12ാം ക്ലാസ് വരെയും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്തൊന്നും നമ്മളുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഈവൻ MBBSന് പോലും നമ്മൾ ഈ കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. MBBSലേക്ക് അല്ലെ ഡോക്ടേഴ്സിന്റെ ട്രെയിനിങ്ങിലേക്ക് പോകുമ്പം നമ്മൾ അനാറ്റമിയും ഫിസിയോളജിയും ഒക്കെ പഠിക്കും. നമ്മുടെ ബോഡി അവയവങ്ങളെ കുറിച്ച് പഠിക്കും. അത് കഴിഞ്ഞ് നേരെ എന്ത് മരുന്നാണ് അല്ലെ എങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇപ്പം ഓരോ സിസ്റ്റംസ്, ഇപ്പം ആയുർവേദ, ഹോമിയോ അല്ലെ ഇംഗ്ലീഷ് മെഡിസിൻ, അവരവരോട് ഉപയോഗിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസ് അതാണ്, അതിൻ്റെ രീതിയിലാണ് പോകുന്നത്. നമ്മളുടെ ഓരോ സെല്ലും, നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് അറൗണ്ട് 50 ട്രില്യൺ സെൽസ് ഉണ്ട്. ആ ബോഡി ഒരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് പഠിച്ച് അത് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഡോക്ടേഴ്സിന്റെ ആവശ്യം അവരവരുടെ മരുന്നുകൾ ഉപയോഗിക്കുന്നത് അത് എങ്ങനെയാണെന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും അറിയേണ്ട ബേസിക് കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ തുടങ്ങേണ്ടതാണ്. ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ, ഭൂമി എങ്ങനെയാണെന്നും ഗാലക്സി എങ്ങനെയാണെന്നും അതൊക്കെ അറിയണം. പക്ഷെ അതും എല്ലാം വേണം. പക്ഷെ നമ്മളുടെ ബോഡി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് അറിയാതെ
നമുക്ക് എങ്ങനെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഇപ്പം പൊതുവെ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിലും മെറ്റാബോളിക് അസുഖങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഈ ലിവറും കിഡ്നിയും വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ആ ഭക്ഷണത്തിൽ നിന്ന് ഉള്ള വേസ്റ്റ് റിമൂവലും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഒരു വലിയ പരിധി വരെയും ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതെന്ന്. അതേസമയം ഈ ലിവറിനാണെങ്കിൽ എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ അങ്ങനത്തെ ഫാറ്റി ലിവറോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും മരുന്നിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ കിഡ്നിയുടെ കാര്യത്തിലും മരുന്നിൻ്റെ ഇമ്പോർട്ടൻസ് പൊതുവെ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ മരുന്ന് ഈ രണ്ട് അവയവങ്ങളെയും ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യും, പ്രത്യേകിച്ച് അസുഖമുള്ള സ്ഥിതിക്ക്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വളരെ കൺട്രോള് ഈ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ലിവറിൻ്റെ കാര്യത്തിൽ ഫുഡിൻ്റെ കാര്യം കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ കിഡ്നീനെ എങ്ങനെയാണത് ബാധിക്കുന്നത്? ലിവറിനൊരു അസുഖം വന്നാൽ ലിവറും കിഡ്നിയും സ്കിന്നും പിന്നെ നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ, അതായത് നമ്മുടെ ഉള്ളിലെ ലൈനിങ്ങുകൾ, ഇവരാണ് വേസ്റ്റ് റിമൂവലും നമ്മുടെ പ്രൊട്ടക്ഷനും എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നത്. ലിവറിന് പറ്റാതെ വരുമ്പം പിന്നെ അത് നമ്മളുടെ സ്കിന്നിലേക്കോ കിഡ്നിയിലേക്കോ ഡൈവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ലിവറിന് പ്രോബ്ലം ഉള്ളവർക്ക് ആണ് നമുക്ക് ഈ സ്കിൻ അസുഖങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ലിവറിന് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും കളർ വ്യത്യാസമോ സ്കിൻ അസുഖങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ലിവറും കിഡ്നിയുടെയും കണ്ടീഷനാണ്. കാരണം ലിവറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ വേസ്റ്റ് മാറ്റം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കിഡ്നിയിലേക്ക് ഡംപ് ചെയ്യും, അല്ലെങ്കിൽ സ്കിന്നിലേക്ക് വരും. കിഡ്നിക്കും പറ്റാതെ വരുമ്പോൾ സ്കിന്നിലേക്ക് വരും. സ്കിന്ന് വേർപ്പ് ഗ്രന്ഥികൾ വഴി നമുക്ക് പുറത്തു വിടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ, എല്ലാം നമ്മളുടെ വാ മുതലുള്ള എല്ലായിടത്തും മ്യൂക്കസ് മെമ്പറൈനിൽ സെക്രീഷൻസ് ഉണ്ട്. ആ സെക്രീഷൻസിൽ കൂടെ പുറത്തു വിടാനും നോക്കും. അപ്പം ഇതൊന്നും പറ്റാതെ വരുമ്പോൾ അതാണ്. അപ്പം ലിവറിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ കിഡ്നിയുടെ വർക്ക് ലോഡ് കൂടും. നമ്മൾ ഒരു എന്ത് മരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറിൻ്റെ വർക്ക് ലോഡ് കൂടും, കിഡ്നിയുടെ വർക്ക് ലോഡ് കൂടും. അവർക്കും പറ്റാതെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ സ്കിന്ന് കറുത്ത് വരിക, ചൊറിച്ചിൽ വരിക ഒക്കെ ചെയ്യുമല്ലോ. അതിന് കാരണം അത് നമ്മൾ സ്കിന്നിലേക്ക് ഡംപ് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ അലർജിക് റിയാക്ഷൻ വരുന്നത്. നമുക്ക് അത് നമ്മുടെ ലിവറിന് അതിൻ്റെ ഒരു കുറച്ച് പോലും നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോൾ എപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ കഴിക്കുമ്പോൾ ഒരു അലർജിക് റിയാക്ഷനോ ചൊറിച്ചിലോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മേത്ത് ചൊറിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരുടെ ലിവറിനും കിഡ്നിക്കും ഒക്കെ പുറത്തു വിടാനുള്ളതിനേക്കാളും കൂടുതൽ ടോക്സിനായി ഓർ വേസ്റ്റായി. അപ്പോൾ അത് നമ്മൾ മരുന്ന് പിന്നെ കൂടുതൽ മരുന്ന് കഴിച്ചത് മാറ്റാൻ നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ നമുക്ക് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ മരുന്ന് ചോദിച്ചാൽ അവർക്ക് ആ ഉള്ള പ്രോട്ടോക്കോളുകൾ പ്രകാരം എല്ലായിടത്തും ഓരോ സെറ്റ്, ഇപ്പം ലിവർ അസോസിയേഷൻ ആണെങ്കിൽ അവരുടെ ഒരു സെറ്റ് ഓഫ് പ്രോട്ടോക്കോളുകൾ ഉണ്ടാവും. ആ പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇന്നിപ്പോൾ ഈ എല്ലാത്തിനും സ്വിങ്ങും ഇതുമാണല്ലോ വരുന്നത്. അപ്പോൾ കൊടുത്തില്ലെങ്കിൽ കുഴപ്പം, കൊടുത്താൽ കുഴപ്പം. അപ്പോൾ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും എല്ലാവരും ഇപ്പോൾ കെയർഫുള്ളാണ്. ഇപ്പം പല കാര്യങ്ങളും നോക്കണം. ഡോക്ടേഴ്സ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. ഇന്ത്യയിൽ പിന്നെ അത്രയും പ്രശ്നമില്ല, ഇൻഷുറൻസും കൂടെ നോക്കണം. ഓരോ രോഗിക്കൊരു മരുന്ന് കൊടുക്കണമെങ്കിൽ അത് ഇൻഷുറൻസ് പാസ്സാക്കുമെന്നും കൂടെ നോക്കണം, പുറത്തൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും നോക്കാറില്ല. അല്ലെങ്കിൽ അവനവൻ്റെ കയ്യിൽ നിന്നാണല്ലോ ജനറലി. IP ആണെങ്കിൽ മാത്രമല്ലേ നമുക്കിവിടെ ഇത് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറേ കൺസേൺസും കൺസ്ട്രെയിൻസും നിന്നുകൊണ്ടാണ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും വർക്ക് ചെയ്യുന്നത്. അപ്പം സ്വന്തം ഹെൽത്ത് നോക്കേണ്ടത് അവനവനാണ്. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഒരു എമർജൻസി സിറ്റുവേഷനുകളിൽ മാത്രമേ നമ്മൾ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യാവുള്ളൂ. എമർജൻസി സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി നമ്മൾ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ മരുന്നില്ലാതെ നമ്മൾ
നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ മരുന്ന് വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കരുത്. നമുക്ക് വേണ്ടത് നമുക്ക് ന്യൂട്രീഷനാണ്. അതതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ചെല്ലുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കിയാൽ മാത്രം മതി. മരുന്നുകൾ ഏറ്റവും മിനിമൈസ് ചെയ്യുക. അത്യാവശ്യം വല്ല വേദനയ്ക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വരും. വേദന വരാനും കാരണം നമ്മൾ കഴിച്ച മരുന്ന് തന്നെയായിരിക്കും. ഈവൻ തലവേദനയുടെ 90% ഓഫ് തലവേദനകൾക്കും കാരണം നമ്മുടെ ഫുഡാണ്. കാരണം ഞാൻ കാണുന്നുണ്ട് തലവേദന കാരണം ഡെയിലി ഹെവി ഡോസ് മരുന്നുകൾ എടുക്കേണ്ടവർക്ക് പോലും നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചിട്ട് തലവേദനയുടെ എല്ലാ മരുന്നും നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. തലവേദന മുതൽ മിക്കവാറും എല്ലാ രോഗങ്ങളുടെയും കാരണം നമ്മളുടെ ഫുഡാണ്. അത് ഒന്നെങ്കിൽ നമുക്ക് പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ അതിനകത്ത് കിട്ടാതെ വരുന്നുണ്ട്. ഒന്നെങ്കിൽ ന്യൂട്രീഷൻ്റെ കുറവ്, അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ കൂടുതൽ, അല്ലെങ്കിൽ ടോക്സിൻസ്. ഇതൊക്കെ തന്നെയാണ് കാരണം. അപ്പം അത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. നമ്മളുടെ സമയം അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം അടുത്തൊരു വിഷയമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.